صلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين أما بعد. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഇവിടെ നമ്മുടെ ഡിസ്കഷനുള്ള വിഷയം അശ്അരി സരണി ഒരാമുഖം എന്നതാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇമാമു അഹ്ലുസുന്ന അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് പറയപ്പെടുന്ന നാമമാണ് അശ്അരി സരണിയുടേത്. ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു വിശ്വാസ സരണിയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ലഭ്യമായ വിശ്വാസ കാര്യങ്ങളെ അതിന്റെ യഥാർത്ഥ സോഴ്സുകളിൽ നിന്നുള്ള പ്രാമാണിക തെളിവുകൾക്ക് ഒപ്പം തന്നെ താൻ ജീവിക്കുന്ന കാലത്ത് തന്റെ ചുറ്റുമുണ്ടായിരുന്ന അഹ്ലുസുന്നയുടെ വിരുദ്ധരായ വിവിധ നൂതന കക്ഷികൾ അവരെ അവരുടെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് പ്രാമാണികമായി അവരുടെ വാദങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ സരണിക്ക് ഭദ്രമായ ഒരു അടിത്തറ നൽകുകയും അതിനെ തുടർന്ന് വന്ന ഇമാമിന്റെ ശിഷ്യന്മാർ അവരുടെ തലമുറകളിലൂടെ ലോകത്ത് വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന മതമില്ലാവാദികൾ, അജ്ഞേയവാദികൾ, യുക്തിവാദികളെന്നോ മറ്റോ പറയപ്പെടുന്നവർ തുടങ്ങി മതത്തിന്റെ പുറത്തുള്ളവരെയും ഇസ്ലാമിക വൃത്തത്തിനകത്ത് വിവിധ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വിവിധ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ ആശയസരണിയെ ചോദ്യം ചെയ്യുന്ന വിദയി കക്ഷികളെ നേരിട്ടുകൊണ്ടും ആണ് ഈ വിശ്വാസ സരണിക്ക് രൂപം കൊടുക്കപ്പെട്ടിട്ടുള്ളത്. അശ്അരി സരണി ഒരാമുഖം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രമുഖരായ ഫുഖഹാക്കളുടെയും അതുപോലെ വിശ്വാസ ശാസ്ത്രത്തിലെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, പിൽക്കാലത്ത് അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അത് അശ്അരി മാതുരീദി സരണികളാണ്. ഈ രണ്ട് വിഭാഗത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ചിലപ്പോൾ വ്യാപകാർത്ഥത്തിൽ അശ്അരി സരണി എന്ന് തന്നെ പറയാറുണ്ട്. അപ്പൊ ഈ സരണിയെ കുറിച്ച് വിശദമായി പഠിക്കുക എന്ന് നാം കരുതുകയാണെങ്കിൽ
അതൊരു വലിയ നീണ്ട പരമ്പര ക്ലാസുകൾ തന്നെ വേണ്ടിവരും. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രധാന വിജ്ഞാന ശാഖകൾ അല്ലെങ്കിൽ അനിവാര്യമായി ഗ്രഹിക്കേണ്ട വിജ്ഞാന ശാഖകൾ പ്രധാനമായും 3 എണ്ണമാണ്. കർമ്മപരമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ, കർമ്മകാണ്ഡം എന്ന് പറയാവുന്ന അതാണ് ഇൽമുൽ ഫിഖ്ഹ്. ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ ഇൽമിയ അല്ലെങ്കിൽ ഇഅ്തിഖാദിയ എന്ന് പറയാവുന്നതാണ് ഇൽമുൽ അഖീദ അല്ലെങ്കിൽ ഇൽമുൽ കലാം എന്ന് പറയുന്നത്. വിശ്വാസവും കർമ്മവും അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട 3ാമത്തെ അതിപ്രധാന വിജ്ഞാന ശാഖയാണ് ഇൽമു തസ്കിയത്തി വസ്സുലൂക്ക്. മനുഷ്യന്റെ ആന്തരികമായ വിശുദ്ധി കൂടുതൽ ലക്ഷ്യം വെക്കുന്ന പൊതുവെ ഇൽമു തസവുഫ് എന്ന് പറയപ്പെടുന്നു. ഈ 3 വിജ്ഞാന ശാഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇൽമുൽ കലാം അഥവാ ഇൽമുൽ അഖീദയാണ്. ഇൽമുൽ അഖീദ ഒരു വിശ്വാസി എന്തൊക്കെ എങ്ങനെയൊക്കെ വിശ്വസിക്കണം എന്നാണ് സ്വാഭാവികമായും ചർച്ച ചെയ്യുക. അപ്പൊ ഈ ചർച്ച പ്രധാന ഇസ്ലാമിന്റെ വിജ്ഞാന സ്രോതസ്സുകളായ വിശുദ്ധ ഖുർആനും തിരു സുന്നത്തും അവയിൽ നിന്ന് പൂർവ സൂരികളായ ഉലമാക്കൾ ഗ്രഹിച്ചെടുത്ത് അവിതർക്കിതമായി അവതരിപ്പിക്കപ്പെട്ട ഐക്യകണ്ഠേന സ്ഥിരപ്പെട്ട ആശയങ്ങളും ഇതിന്മേൽ എടുക്കപ്പെടുന്നതാണ് വിശ്വാസ കാര്യങ്ങൾ. പക്ഷെ അതിന്റെ കാര്യങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നത്, ഉദാഹരണത്തിന് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി അതിൽ ഉണ്ടാകും. ആ ശൈലിയിൽ താൻ രൂപപ്പെടുത്തിയെടുത്തിയ രീതി അനുസരിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചില ആ പ്രശ്നങ്ങളിലെങ്കിലും അദ്ദേഹത്തിന്റെ ശൈലി സമകാലികരോ അതിന്റെ തൊട്ടു പിറകെ വന്നവരോ അയാളുടെ ശൈലിയുമായി ചെറിയ ചില വ്യത്യാസങ്ങൾ കണ്ടേക്കും. ഈ തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു സരണിയും ഇമാം അബു മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻഹു സരണിയും തമ്മിൽ കാണാവുന്നതാണ്. എന്നിരിക്കെ തന്നെ അഹ്ലുസുന്ന എന്നാൽ അശ്അരി മാതുരീദി സരണികളാണ് എന്ന് നമ്മുടെ ഉലമാ വളരെ വ്യക്തമായി വിവിധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് സുപരിചിതമാണ്. ബിനാജുൽ ഹൈതമി റഹ്മത്തുള്ളാഹി പോലെയുള്ള ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരും അതുപോലെ വിശ്വാസ വിഷയങ്ങളിൽ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള പിൽക്കാല ഉലമാവും ഒക്കെ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചവരാണ്. ഇവിടെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ചർച്ചയിൽ വരുന്നുണ്ട്. പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പരാമർശിക്കാൻ ശ്രമിക്കുന്നു. ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കാലം എന്ന് പറയുന്നത് ഹിജ്റയുടെ 3-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 260 അല്ലെങ്കിൽ 270
മൂന്നാമത്തെ നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ഇമാം അശ്അരിയുടെ നാട് ബസറയാണ്. ഇറാഖിലെ ബസറയിൽ ജനിച്ച് ബഗ്ദാദിൽ താമസിക്കുകയും അവിടെ തന്റെ സേവന രംഗം വികസിപ്പിക്കുകയും ബഗ്ദാദിൽ തന്നെ വഫാത്താകുകയും ചെയ്ത മഹാനവറുകൾ. ആ കാലത്ത് ബഗ്ദാദിന്റെ പ്രത്യേകത വിജ്ഞാന ശേഖരങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവിധത്തിലുള്ള പണ്ഡിതന്മാരെയും കണ്ടുമുട്ടാം. മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയവും ചരിത്രം അത്ഭുതത്തോടെ രേഖപ്പെടുത്തിയതുമായ ഒരു കാര്യം, തന്റെ ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം തന്റെ ഗുരുവും തന്റെ മാതാവിന്റെ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവുമായ അബു അലിൽ ജുബായി എന്ന മുഅ്തസിലി നേതാവിന്റെ കീഴിൽ അദ്ദേഹത്തിന് ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മുഅ്തസിലി പ്രസ്ഥാനക്കാരനായിട്ടാണ് മഹാനവറുകളുടെ ജീവിതത്തിന്റെ വലിയൊരു കാലം കഴിഞ്ഞത്. മുഅ്തസിലത്ത് എന്ന പാർട്ടി നാം മനസ്സിലാക്കുന്നത് പോലെ അന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ബിദ്അഈ പ്രസ്ഥാനമാണ്. എവിടെ നോക്കിയാലും മുഅ്തസിലത്തിന്റെ ചലനങ്ങൾ, ക്രിസ്ത്യാനികളോട് ഏറ്റുമുട്ടാൻ മുഅ്തസിലത്ത്, അതുപോലെ മറ്റു വിഭാഗങ്ങളോട് ഏറ്റുമുട്ടാൻ മുഅ്തസിലത്ത്, ശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ മുഅ്തസിലത്തിന് 100 നാവാണ്. എല്ലാം ഞങ്ങളുടെ ബുദ്ധി അനുസരിച്ച് വ്യാഖ്യാനിച്ച് ഇപ്പൊ ശരിയാക്കി തരാം എന്ന രീതിയിലുള്ള ഒരു തന്റെ ഇടം കാണിച്ച് മുന്നോട്ട് വരുന്ന വിഭാഗമായിരുന്നു മുഅ്തസിലത്ത്. അവരെക്കുറിച്ച് നമ്മുടെ ഉസൂൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാമല്ലോ. വഹക്കമത്തിൽ മുഅ്തസിലത്തുൽ അഖ്ല. ആ മുഅ്തസിലത്ത് അവരുടെ പ്രമാണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി, ഒരു ഉരകല്ലായി നിശ്ചയിച്ചിരിക്കുന്നത് ബുദ്ധിയെയാണ്. അവര് ബുദ്ധിയെ അങ്ങനെ നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ മറ്റെല്ലാവരും ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. പക്ഷെ അവർക്ക് ശറഈ പ്രമാണങ്ങൾക്ക് പോലും ആധാരമായി, ശറഈ ആയത് സുന്നത്താണോ അല്ലേ എന്ന് പ്രമാണിക്കുന്നിടത്ത് പോലും ബുദ്ധിയുടെ സ്വാധീനം അമിതമായി ആശ്രയിക്കുന്ന വിഭാഗമായിരുന്നു. അപ്പൊ അതിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു വന്നിരുന്ന മഹാനായ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു തന്റെ പ്രതിഭയും വാഗ്വിലാസവും കൊണ്ട് ശ്രദ്ധേയനാവുകയും നേതാവായ ഗുരുവായ ജുബായി പല പ്രധാന സംവാദങ്ങളിലേക്ക് മഹാനെ തന്റെ പ്രതിനിധിയായി അയക്കുകയും ചെയ്യുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മഹാനവറുകൾക്ക് ഞാൻ പഠിച്ചറിഞ്ഞ ഈ മുഅ്തസിലി വാദഗതികൾ പല വിഷയങ്ങളിലും സത്യത്തോട് ഏറ്റുമുട്ടുകയാണല്ലോ, ഇതിലതിന് കൃത്യമായ ഉത്തരമില്ലല്ലോ എന്ന അസ്വസ്ഥത അദ്ദേഹത്തെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സംശയം വന്നാൽ അതിന്റെ അന്ത്യം വരെ പോയി കൃത്യമായ ഉത്തരം മനസ്സിലാക്കുന്ന അന്വേഷണ ബുദ്ധിക്കാരൻ കൂടിയായിരുന്നു ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ എഴുതിയ വിവിധ ഗ്രന്ഥകാരന്മാർ, ഏറ്റവും ശ്രദ്ധേയമായ ഇമാം അശ്അരിയുടെ ജീവിതവും ആശയവും വരച്ചു കാണിച്ച ഹാഫിള് ഇബ്നുൽ അസാക്കിറിന്റെ തബീനു കദ്ബിൽ മുഫ്തരി ഫിമാ നുസിബ ലിൽ ഇമാം അൽ അശ്അരി, മറ്റ് നിരവധി ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളതുപോലെ അശ്അരി എന്ന പേര് അനർത്ഥമാക്കുന്ന തരത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ തിരുനബിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന
പലപ്പോഴും സ്നേഹത്തോടെ പ്രതികരിച്ചിരുന്ന മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിലാണ് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അശ്അരിയത്ത് അവരുടെ അടിസ്ഥാന ദേശം യമനായിരുന്നു. യമനിൽ നിന്നാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പോയത്. പല ഘട്ടങ്ങളിലും അവരെ പുകഴ്ത്തിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം. അതിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയുടെ 54-ാം വാക്യം, നിങ്ങൾ അള്ളാഹു പറയുന്നതിനെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ലെങ്കിൽ അവൻ മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും. ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തുൻ അലൽ മുഅ്മിനീന അഇസ്സത്തുൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്ന് തുടങ്ങുന്ന വാക്യങ്ങൾ അള്ളാഹു അങ്ങോട്ട് സ്നേഹിക്കുകയും അവർ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾക്കിടയിൽ ലാളിത്യവും വിശ്വാസ വിരുദ്ധർക്കിടയിൽ ഗൗരവവും കാണിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള ആ വിഭാഗത്തെ ചൂണ്ടി അതിന്റെ ആ ഖുർആൻ വാക്യം അവതരിച്ചപ്പോ ഖൗമിൻ എന്നല്ലേ, അത് അവ്യക്തമാണല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പറഞ്ഞ നല്ല വിശേഷണങ്ങളുള്ള വിഭാഗം നിങ്ങളുടെ വിഭാഗമാണ് എന്ന് പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. ഹും ഖൗമുക യാ അബാ മൂസ. ആ പരമ്പരയിലാണ്, അഥവാ മുഹാജിർ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അഹ്ലുസുന്നയുടെ രണ്ടാമത്തെ ഇമാമായ ഇമാം അബൂ മൂസൽ മാതുരീദി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിലേക്കാണ് ചെന്നെത്തുന്നത്. അഥവാ അൻസാരി പരമ്പര. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരായ മുഹാജിറുകളുടെ പരമ്പര ആ സരണി പേറുന്ന അത് കയ്യിലുള്ള ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, അൻസാരി പരമ്പര ഉള്ള ഇമാം അബൂ മൻസൂർ അൽ മാതുരീദി. ഇവർ രണ്ടുപേരും ചേരുമ്പോൾ തീർച്ചയായും അഹ്ലുസുന്നത്തിന്റെ വിശ്വാസ പരമ്പര അതിൽ സമ്മേളിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു തന്റെ ഓമനപ്പേരാണ് അബുൽ ഹസൻ. മഹാനവറുകളുടെ വ്യക്തിഗത നാമം അലി എന്നാണ്. അലി ഇബ്നു ഇസ്മായിൽ. ഇമാം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് ആൺമക്കളിൽ പ്രമുഖരായ അബൂ ബുർദ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ആ പരമ്പര പോകുന്നത്. പറഞ്ഞു വന്നത്, അബൂൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു നിത്യ അന്വേഷകനായിരുന്നു. സത്യം കണ്ടെത്തിയേ അടങ്ങൂ എന്നുള്ള വിജ്ഞാനത്തിനുള്ള അഗാധമായ അന്വേഷണം. അവിടെയാണ് പലപ്പോഴും താൻ പിന്തുടരുന്ന ഈ മുഅ്തസിലി വിശ്വാസങ്ങൾ യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല എന്ന് പലപ്പോഴും തനിക്ക് തന്നെ അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഘട്ടം എത്തിയപ്പോൾ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന അവസ്ഥയിൽ ഏതാണ്ട് 2 ആഴ്ചയോളം വീട്ടിൽ ഏകാന്തനായിരിക്കുകയും എൻ്റെ ഇതുവരെ നടന്നു പോകുന്ന ജീവിതാവൃത്തികളെയും താൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെയും കൂലങ്കഷമായി ചിന്തിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പിന്നീട് അദ്ദേഹം പുറത്തു വന്നത്, ഞാൻ ഇതുവരെ പിന്തുടർന്ന മുഅ്തസിലി വിഭാഗത്തിൽ നിന്ന് ഞാനിതാ പിൻവാങ്ങിയിരിക്കുന്നു. തന്റെ തൊട്ടു മുമ്പ് വഫാത്തായ ഇമാമു അഹ്ലുസുന്ന എന്നറിയപ്പെടുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ കൂടിയായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുഖേന വരുന്ന പരമ്പര അഥവാ അഹ്ലുസുന്നയുടെ അഖീദ അത് ശക്തിപ്പെടുത്താൻ ഇന്നു മുതൽ ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്
മഹാനവർകൾ അന്നത്തെ പ്രഭാഷണം അവസാനിപ്പിച്ചു. എന്തുകൊണ്ട് ഇത്രയും നീണ്ട കാലത്തെ സേവനത്തിന് ശേഷം മുഅ്തസിലത്തിൽ നിന്ന് ഇമാം അബുൽ ഹസൻ അശ്അരി പിൻവാങ്ങി എന്ന ചോദ്യത്തിന് ചരിത്രകാരന്മാർ പല മറുപടിയും പറയുന്നുണ്ട്. ഒന്ന്, തനിക്ക് നേരത്തെ സംശയം ജനിപ്പിച്ചിരുന്ന ഒരു കാര്യം, തന്റെ ഗുരുവായ മുഅ്തസിലി പ്രസ്ഥാനത്തിന്റെ ആദർശ പണ്ഡിതൻ അബു അലി ജുബായി, അദ്ദേഹം പലപ്പോഴും തന്റെ ചിന്താശൈലി രൂപപ്പെടുത്തുന്നത് ബാഹ്യമായ ആന്തരികാർത്ഥത്തിൽ നിന്ന് ഭിന്നമായ ഒരു ശൈലിയിലാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അതിന് ഉപോത്ബലകമായ ഒരു സംഭവം, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന് ആഖിൽ, ബുദ്ധിയുള്ളവൻ എന്ന നാമം അള്ളാഹുവിന് പറയാൻ പറ്റുമോ? അല്ല യജൂസു യുസമ്മല്ലാഹു ആഖിലൻ, ആഖിൽ എന്ന പേര് അള്ളാഹുവിന് പറഞ്ഞുകൂടെ? അള്ളാഹുവിനെ ആഖിൽ, ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിച്ചൂടെ? ജുബായി പറഞ്ഞു, പാടില്ല. ആഖില് എന്ന പദം അത് ഇഖാലിൽ നിന്ന് വന്നതാണ്. ഇഖാല് ഒട്ടകത്തെയും മറ്റും കെട്ടുന്ന കയറ്. അപ്പൊ ഒരു ബന്ധനം, മൻഇ എന്ന മാനയാണ് അതിലുള്ളത്. ആ മൻഇ എന്ന മാന അള്ളാഹുവിന് പറയാൻ പറ്റിയതല്ല. വൽ മൻഉ ഫി ഹഖില്ലാഹി മുഹാലുൻ. അതുകൊണ്ട് ആ അർത്ഥം വരുന്ന ആഖില്, അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആഖിൽ എന്ന വാക്ക് അത് അള്ളാഹുവിന് പറയാൻ പാടില്ല. ഇതായിരുന്നു ഗുരുവായ ജുബായിയുടെ മറുപടി ആ ചോദ്യകർത്താവിനോട്. ആ സദസ്സിൽ ഇമാം അബുൽ ഹസൻ അശ്അരി ഉണ്ട്. ചോദ്യകർത്താവ് പിൻവാങ്ങിയപ്പോ അശ്അരി ഇമാം ജുബായിയെ നേരിട്ടു. ഉസ്താദ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് അള്ളാഹുവിന് ഹക്കീം എന്ന പേര് ഖുർആൻ തന്നെ പല സ്ഥലത്തുള്ളതാണ്. മലക്കുകൾ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചർച്ചയിൽ പോലും പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഹക്കീമാണ്. ആ പേരും പറയാൻ പറ്റാതാകുമല്ലോ. കാരണം ഹക്കീം എന്നത് ഹക്കമത്തുൽ ലിജാം, അഥവാ മൃഗങ്ങളെ കെട്ടുന്ന കടിഞ്ഞാൺ എന്നതിൽ നിന്നാണ് ഹക്കീം എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഭാഷയിൽ അങ്ങനെയാണ്. അതിന് അദ്ദേഹം കവിതകളൊക്കെ ഉദ്ധരിച്ചു തന്റെ വാദം സമർത്ഥിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു എന്റെ മാനയാണ് ഉള്ളതെങ്കിൽ ആഖിൽ എന്ന് മാത്രമല്ല ഹക്കീം എന്ന പേരും അള്ളാഹുവിന് പറയാൻ പറ്റില്ല എന്ന് വരുമല്ലോ. നമുക്കെല്ലാം അറിയാം ഹക്കീം എന്നത് ഖുർആനിലുണ്ട്, അത് അള്ളാഹുവിന്റെ സിഫത്തായി പറയാറും ഉള്ളത്. അപ്പൊ ജുബായി അതിന് പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. പകരം അദ്ദേഹം മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. എന്നാൽ അബുൽ ഹസൻ പറയൂ, നിങ്ങളോടാണ് ഒരാൾ ചോദിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഹക്കീം എന്ന പേര് അള്ളാഹുവിന് ഉപയോഗിക്കുന്നു, ആഖിൽ എന്ന പേര് പാടില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടിയാ പറയുക? അപ്പൊ ഇമാം അശ്അരി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ പറയുന്നത് ഉസ്താദ് പറഞ്ഞതുപോലുള്ള ന്യായമല്ല. മറിച്ച് ഒരു പേര് അള്ളാഹുവിന് പറയാൻ പറ്റുമോ പറ്റൂല എന്നതിന്റെ മാനദണ്ഡം ഇത് ശറഅ് അനുവദിച്ചിട്ടുണ്ടോ എന്നതാണ്. അൽ ഇദ്നു ശറഈ. അപ്പൊ ശറഅ് അനുവദിച്ച പേരാണ് ഹക്കീം. ഖുർആനിലും ഹദീസിലൊക്കെ സ്ഥിരമായി വന്ന പേരാണ്. അതുകൊണ്ടത് പറയാം, ഞാനത് ഉപയോഗിക്കുന്നു. ആഖിൽ എന്ന പേര് അള്ളാഹുവിന് എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് അത് അള്ളാഹുവിന് പറയാൻ പറ്റില്ല. അപ്പൊ മാനദണ്ഡം നിങ്ങളുടെ മാനദണ്ഡമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ ഭരണയെക്കുറിച്ച് പുനർവിചിന്തിക്കാൻ ഒരു കാരണമായി എന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാരണം പറഞ്ഞിട്ടുള്ളത് പ്രസിദ്ധമായ ഒരു സംവാദമാണ്.
അത് അശ്ശരി ഇമാം നേരിട്ട് ജുബായിയോട് നടത്തിയതാണ്. കാരണം മുഅ്തസിലി പ്രസ്ഥാനം തുടങ്ങിയ കാലത്ത് തന്നെ താബിഈ പ്രമുഖനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്ന് അള്ളാഹു ജനങ്ങൾക്ക് നല്ലതേ ചെയ്യാവൂ, തിന്മ ചെയ്താൽ പിന്നെ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ വാദം ഉന്നയിച്ച് പുറത്തുപോയ വാസുലുബിന് അത്തായിന്റെ കാലം മുതലേ മുഅ്തസിലത്തിൽ അറിയപ്പെട്ട ചില അവര് കൊണ്ടു നടക്കുന്ന പ്രമാണങ്ങളുണ്ടായിരുന്നു. ആ പ്രമാണങ്ങൾ പലതും പ്രാമാണികമായി നിലനിൽക്കുന്നതുമല്ല. അത്തരമൊരു പ്രമാണമാണ് അൽ അസ്ലഹു വാജിബുൻ അലല്ലാഹ്, അള്ളാഹു എപ്പോഴും ജനങ്ങൾക്ക് നല്ലതേ ചെയ്തു കൊടുക്കാവൂ എന്ന വാദം. ഇതിനെ നേരിടാൻ വേണ്ടി ഇമാം അബുൽ ഹസൻ അശ്അരി തന്റെ ഉസ്താദിനോട് ഒരു സംവാദം എന്ന ശൈലിയിൽ ഒരു ചോദ്യം ഉണ്ടാക്കി ചോദിച്ചു. അപ്പൊ ആ ചോദ്യത്തിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒരു കുട്ടിയും 2 പ്രായമുള്ള ആളുകളും. പ്രായമുള്ള ആളുകളിൽ ഒരാൾ മുസ്ലിമാണ്, ഒരാൾ കാഫിറാണ്, മറ്റത് കുട്ടിയാണ്. അപ്പൊ ചോദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു മുസ്ലിമായ ഒരാൾ ഒരുപാട് കാലം ഇസ്ലാമിൽ ജീവിച്ചു, ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്തു, അയാൾ മുസ്ലിമായി മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ നിലപാട്, ഇയാളോട് എന്താ അള്ളാഹ് പറയുക? അപ്പൊ ജുബായ് ആവേശപൂർവ്വം പറഞ്ഞു, അയാളോട് അള്ളാഹു പറയും, നിനക്ക് ഞാൻ എത്ര നന്മകളാണ് ചെയ്തത്, ഈമാൻ ഉണ്ടായി, ഇബാദത്തിന് സൗകര്യം കിട്ടി, ഇപ്പൊ നീ ഇതാ സ്വർഗത്തിലെത്തുന്നു. അപ്പൊ ജുബായിക്ക് വളരെ സന്തോഷമായി. കാരണം തന്റെ നിലപാടനുസരിച്ച് അള്ളാഹു അദ്ദേഹത്തിന് അസ്ലഹ് നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോ ശരീമാൻ ചോദിച്ചു, അപ്പൊ ഒരു കുട്ടി പ്രായപൂർത്തിയത്തിന് മുമ്പിന് ആ കുട്ടി മരണപ്പെട്ടു പോയി. ഈ കുട്ടി പരലോകത്തെത്തിയപ്പോ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പഠിച്ചവനെ, ഇപ്പൊ മരണപ്പെട്ട ആ പ്രായം ചെന്ന ആള് എത്രയോ കാലം നിനക്ക് ഇബാദത്ത് ചെയ്തല്ലോ, എനിക്കതിനൊന്നും സമയം കിട്ടി, ഞാൻ കുട്ടിയായി തന്നെ മരണപ്പെട്ടോയല്ലോ, അപ്പൊ നീ എന്താ എന്നോടൊരു അനീതി കാണിച്ചില്ലേ? അപ്പൊ വീണ്ടും ജുബായ് വളരെ ആവേശത്തോടെ പറഞ്ഞു, അപ്പൊ അള്ളാഹു പറയും, നീ വളർന്നാൽ എന്ത് നടക്കുമെന്ന് എനിക്കറിയാം. നീ വളർന്നാൽ തെറ്റ് ചെയ്ത് വിശ്വാസത്തിൽ വ്യതിചലിച്ച് കാഫിറായി നരകാവകാശമായി ചത്തുപോകും. നീ വലുതായാൽ നിനക്ക് നരകം ലഭ്യമാകും എന്നതുകൊണ്ട് നിനക്ക് നന്മ ഇപ്പോഴേ മരിക്കലാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പൊ തന്നെ മരിപ്പിച്ചത്. അപ്പൊ അയാൾക്കും അള്ളാഹു നല്ലതല്ലേ ചെയ്തത് എന്ന് പറഞ്ഞ് പുഞ്ചിരി മായാതെ തന്റെ മറുപടിയായി നിലനിന്നു. യഥാർത്ഥത്തിൽ ഈ 2 മറുപടിയും ഈ 2 കഥാപാത്രങ്ങളെയും ഇമാം അശ്ശരി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചത് തന്റെ യഥാർത്ഥ ചോദ്യത്തിന്റെ ആമുഖമായിട്ടാണ്. യഥാർത്ഥ ചോദ്യം വരാനിരിക്കുന്നു. അതെന്താ? അപ്പൊ പിന്നെ ഒരു അവിശ്വാസിയായി ജനിച്ച് അവിശ്വാസിയായി തന്നെ മരിച്ച ഒരാൾ, അതാണ് മൂന്നാമത്തെ കഥാപാത്രം. അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ വരികയാണ്, നീ എന്താണ് എന്നോട് ചെയ്തത്? ഒന്നുകിൽ നിനക്ക് ഈ വിശ്വാസിയായി ജീവിച്ച് ഒരുപാട് ഇബാദത്ത് ചെയ്ത് സ്വർഗാവകാശിയായ ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്കാമായിരുന്നു, എങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ച് ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിച്ചേനെ. അതെനിക്ക് ലഭിച്ചില്ല. എങ്കിൽ പിന്നെ ഞാൻ വലുതായാൽ ഇങ്ങനെ അവിശ്വാസിയാവുകയും നരകത്തിൽ പോകുമെന്ന് അറിയുന്ന നീ ആ കുട്ടിയെ പോലെ എന്നെ ചെറുപ്പത്തിൽ മരിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ, നീ അതും ചെയ്തില്ലല്ലോ, എന്തൊരു നീതികേടാണ് നീ എന്നോട് ചെയ്തത് എന്ന് ഈ അവിശ്വാസിയായി മരിച്ച ആള് ചോദിച്ചാൽ മാതാ യുജീബുർ റബ്ബു, എന്തായിരിക്കും റബ്ബിന്റെ മറുപടി ഉസ്താദേ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയ ആ സംവാദത്തിൽ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു തന്റെ
അന്നത്തെ ഗുരുവായ ജുബായിയോട് ചോദിച്ചു. ബുദ്ധിപരമായി പോലും അദ്ദേഹത്തിന് യാതൊരു മറുപടിയും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചിലതും അള്ളാഹു ചെയ്യും. അപ്പൊ എല്ലാവർക്കും അസ്ലഹ ആയിരിക്കോ ഇല്ല റബ്ബിൽ നിന്നുണ്ടാവുക എന്നും സമ്മതിക്കേ നിവൃത്തി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ അസ്ലഹ നമുക്ക് മനസ്സിലാവുകയില്ല എന്നെങ്കിലും പറയേണ്ടി വരും. അതിനെയാണ് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി എന്റെ ഷറഹുൽ അഖായിദിൽ ഫബുഹിതൽ ജുബായി, ഈ സംഭവത്തോടെ ജുബായി തോറ്റു തൊപ്പിയിട്ടു. ഫതറക്കൽ അശ്അരിയു മദ്ഹബഹു, ആ മുഅ്തസിലി പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് ഇമാം അശ്അരി അഹ്ലുസുന്നയിലേക്ക് വന്നു എന്ന് രേഖപ്പെടുത്തി. ഇതാണ് രണ്ടാമത്തെ ഒരു കാരണമായി പറയുന്നത്. മൂന്നാമത്തെ ഒരു സംഭവം പറയുന്നത് അന്നഹു റഅ റുഇയ, താനൊരു സ്വപ്നം കണ്ടു. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആ മുഅ്തസിലത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഒരുപാട് ആശയങ്ങൾ വേണ്ടതുപോലെ ബുദ്ധിപരമായോ പ്രാമാണികമായോ നിലനിൽക്കുന്നതല്ല എന്ന വിചാരത്തിൽ അസ്വസ്ഥനായി നടന്നിരുന്ന അദ്ദേഹത്തിന് ഒരു രാത്രി സ്വപ്നത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയുന്നു. ഉടനെ അദ്ദേഹം തന്റെ പ്രശ്നം തിരുനബിയുടെ മുന്നിൽ ഉന്നയിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി കാണാൻ കഴിയാതെ വിഷമിക്കുകയാണ്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലൈക ബി സുന്നത്തി, നീ എന്റെ സുന്നത്തിലേക്ക് മടങ്ങുക. ഈ മാനുഷികമായി ഉണ്ടാക്കിയ പലപ്പോഴും തകർന്നു വീഴുന്ന ബുദ്ധിയെ മാത്രം, അതും അത്രയൊന്നും പ്രാഗൽഭ്യമില്ലാത്ത ബുദ്ധിയെ മാത്രം അവലംബമാക്കുന്ന ഈ വാദങ്ങളെ ഉപേക്ഷിച്ച് എന്റെ സരണിയിലേക്ക് വരിക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വപ്നം കണ്ടു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ അശ്അരി പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു മുഅ്തസിലത്തെ ഒഴിവാക്കി വരാനുള്ള കാരണമായി പറയും. അവിടെ പറയേണ്ട മറ്റൊരു ചോദ്യം, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചർച്ച റിസർച്ച് ചെയ്യുന്ന ബാഹിസ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രമുഖ ഉസ്താദായ ജുബായിയെ ഒഴിവാക്കിയ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു പിന്നെ മുഅ്തസിലത്തെ അഹ്ലുസുന്നയിലേക്ക് വരുമ്പോ തനിക്ക് ഗുരുനാഥൻ ഇല്ലല്ലോ, ഉള്ള ഗുരുനാഥനെ ഉപേക്ഷിച്ചല്ലോ. അപ്പൊ പിന്നെ അഹ്ലുസുന്നയിൽ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര സ്ഥിരപ്പെടുകയില്ലല്ലോ എന്ന ഒരു സംശയം. അത്തരമൊരു സംശയത്തിന് ആവശ്യമില്ല. കാരണം അഹ്ലുസുന്നയുടെ വിജ്ഞാന സരണികളിൽ ഹദീസിലും തഫ്സീറിലുമെല്ലാം ആദർശം വളരെ പ്രകടമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ മുഹദ്ദിസും അഹ്ലുസുന്നയുടെ വലിയ നേതാവുമാർ അറിയപ്പെട്ടിരുന്ന ഒരു പ്രമുഖനായ പണ്ഡിതനാണ് സക്കരിയ ഇബ്നു യഹ്യ അസ്സാജി. ആ മഹാൻ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലും ആദർശത്തിലുമുള്ള അഹ്ലുസുന്നയുടെ പക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഗുരുവാണ്. അദ്ദേഹത്തിലൂടെ വരുന്ന പരമ്പര ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനായ റബീഉൽ മുറാദിയിലൂടെ, ഇമാം ഷാഫിയിലൂടെ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തുന്ന പരമ്പരയാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ വന്നത് അശ്അരി സരണി എന്നത് യഥാർത്ഥത്തിൽ ഷാഫിഈ സരണിയാണെന്ന് വേണമെങ്കിൽ പറയാം. അഥവാ അയിമത്ത് അർബഅയുടെ ആദർശം അത് തന്നെയാണ് അശ്അരി സരണിയിലൂടെയും മാതുരീദി സരണിയിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അഹ്ലുസുന്ന ലോകത്ത് സുരക്ഷിതമാക്കപ്പെട്ടത് കർമ്മപരമായി 4 മദ്ഹബിലൂടെയും അതേ അയിമത്തിന്റെ തന്നെ ആദർശ സരണിയിലൂടെയുമാണ്. ആ ആദർശ സരണി അതിനൊരല്പം മോഡിഫൈ ചെയ്ത് ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടികളൊക്കെ തയ്യാറാക്കിയത് കൊണ്ടാണ് അത് ഷാഫി സരണി, ഹനഫി സരണി എന്ന് പറയാതെ അശ്അരി സരണി, മാതുരീദി സരണി എന്ന് പറയുന്നത്. ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര ഷാഫി ഇമാമിലൂടെ പോകുമ്പോൾ ഇമാം അബൂ മൻസൂർ മാതുരീദി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര അഥവാ വൈജ്ഞാനിക പരമ്പര അത് ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഇമാം അൽ ആലം വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് മാതുരീദി സരണിക്ക് ഹനഫി സരണി എന്നും പറയും.
ഇത് ലോകത്ത് എത്രത്തോളം ഈ സരണിക്ക് സ്വീകാര്യത കിട്ടി എന്ന് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിലും അതുപോലെ അറബി നാടുകളിലെ പ്രമുഖ ഭാഗങ്ങളിലും ഇമാമിന് ഷാഫിഉല്ലാഹിന്റെ ഗുരു കൂടിയായ ഇമാമു അഹ്ലിൽ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മുഹദ്ദിസും മുജ്തഹിദായ ഇമാമുമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബായ മാലിക്കി മദ്ഹബ്, മാലിക്കി മദ്ഹബിന്റെ പണ്ഡിതന്മാർ കുല്ലുഹും ഔ ജുല്ലുഹും ഏതാണ്ട് മുഴുവനായി തന്നെ അവര് അശ്അരി സരണിയിലാണ്. ലാ തജിദു മാലിക്കിയൻ ഇല്ലാ വഹുവ അശ്അരിയുൻ. അശ്അരിയായിട്ടല്ലാത്ത ഒരൊറ്റ മാലിക്കി മദ്ഹബുകാരനെയും കാണില്ല. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഉസൂൽ ഫിഖിന്റെ ഒക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്ന പ്രമുഖ പണ്ഡിതന്മാരിൽ തന്നെ ഷാഫി മദ്ഹബിലേക്ക് ചേർക്കപ്പെടുന്ന ചിലർ, വളരെ ചുരുങ്ങിയ ചിലർ, അന്നത്തെ മുഅ്തസിലത്തായിരുന്നു. ഖാദി അബ്ദുൽ ജബ്ബാർ ഷാഫിഈ അൽ മുഅ്തസിലി എന്ന് കാണാം. അപ്പൊ ഷാഫിഈയത്തിൽ ഒരു വളരെ ചെറിയ ന്യൂനപക്ഷം മുഅ്തസിലി ഉണ്ടായിരുന്നപ്പോൾ തന്നെ മാലിക്കി മദ്ഹബിൽ മരുന്നിന് പോലും ഒരു ബിദ്അ ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ കുല്ലുൽ മാലിക്കിയത്ത്, അക്സറുൽ ഷാഫിഈയത്ത് എല്ലാം അശ്അരികളാണ്. പിന്നെ അഹ്നാഫ്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് പിന്തുടരുന്ന, ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങുന്ന ഈ വലിയൊരു ബെൽറ്റ്, നമ്മുടെ കേരളം പോലെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമാണ് ഷാഫിഉല്ലാഹിനെയും അതുപോലെ അശ്അരി സരണിയും പിന്തുടരുന്നത്. ബാക്കിയുള്ള വിശാലമായ ഭൂപ്രദേശം കർമ്മപരമായി അബൂ ഹനീഫ റളിയല്ലാഹുവിനെയും അവരുടെ വിശ്വാസ സരണിയായ മാതുരീദി സരണിയുമാണ് പിന്തുടരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആഫ്രിക്കയിലും അതുപോലെ ഏഷ്യയുടെ അറേബ്യൻ ബെൽറ്റിലും നിരവധി രാഷ്ട്രങ്ങൾ അശ്അരി സരണിയിലാണ്. ഇന്ത്യ പോലുള്ള, പാകിസ്ഥാൻ പോലുള്ള ഭാഗങ്ങൾ മാതുരീദി സരണിയിലാണ്. ഇമാം ഷാഫിഉല്ലാഹിന്റെ ശിഷ്യൻ കൂടിയായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഹനാബിലത്ത്, ഹംബലി മദ്ഹബുകാർ, അവിടെയാണ് ഒരു ചെറിയ പ്രശ്നം ഉള്ളത്. അഥവാ വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ഷാഫിഈയത്തുൽ മുഅ്തസിലത്തായി അറിയപ്പെട്ടിരുന്നെങ്കിൽ ഹനാബിലത്തിൽ അത്ര ചെറുതല്ലാത്ത ഒരു വിഭാഗം അവര് മുജസ്സിമത്ത്, മുശബ്ബിഹത്ത് തുടങ്ങി അള്ളാഹുവിന് സൃഷ്ടികളോട് സാമ്യം കാണിക്കുന്ന പല വാദങ്ങളും ഉൾക്കൊള്ളുന്ന വിഭാഗത്തിലേക്ക് ആകൃഷ്ടരാവുകയും ഏതാണ്ട് മൂന്നിലൊന്നോ പകുതിയിനോടൊത്തുന്നോ ഒക്കെ പറയാവുന്ന ഒരു വിഭാഗം. ബാക്കിയുള്ളവർ അഹ്ലുസുന്നയിൽ തന്നെ അതിന്റെ ഇമാമായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്ലുസുന്ന എന്നറിയപ്പെടുന്ന മഹാനവറുകളുടെ സരണിയിൽ ഒതുങ്ങുകയും നിലനിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ അശാഇറത്ത് എന്ന് പറയുമ്പോ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ സരണി പിന്തുടരുന്നവർ, അവർ ഏതൊക്കെ മേഖലകളിലുണ്ട് എന്ന് മഹാനവകളുടെ മനാഖിബ്, അപദാനങ്ങൾ എഴുതിയ വിവിധ ഗ്രന്ഥകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ അവിടെ സൂചിപ്പിച്ച ഹാഫിദ് ഇബ്നു അസാക്കിർ അദ്ദേഹത്തിന്റെ തബീൻ കദിബിൽ മുഫ്തരിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ലോകം അശായറത്തിനെ ഒരു നിലക്കും അവഗണിക്കാൻ സാധ്യമല്ല. കാരണം ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ ആധികാരികമായി പറയേണ്ട മുഫസ്സിറുകൾ, ഖുർആന്റെ പാരായണവുമായി ബന്ധപ്പെട്ട ഖുറാഹുകൾ,
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വിശദീകരിക്കുന്ന ഹാഫിളുകളും മുഹദ്ദിസുകളും നാഖിദുൽ ഹദീസുകളും ഒക്കെ അടങ്ങുന്ന ആളുകൾ, അതുപോലെ ഫുഖഹ, തസവുഫിന്റെ സുലൂക്കിന്റെ പണ്ഡിതന്മാർ, അതുപോലെ ഇൽമുൽ അദബിന്റെയും താരീഖിന്റെയും പണ്ഡിതന്മാർ തുടങ്ങി നിരവധി മേഖലയിലുള്ള പണ്ഡിതന്മാരിൽ മിക്കവരും അശ്അരി സരണിയിൽ ഉൾക്കൊള്ളുന്നവരാണ്. അതുപോലെ അവരുടെ തലമുറകളായിട്ടുള്ള തബക്ക ഏറ്റവും ആദ്യം പിന്നീട് നമ്മൾ തൊട്ടടുത്ത കാലം വരെ, ഇപ്പൊ നമ്മൾ ഫുറ്റിഹിന്റെ പരമ്പര പറയുമ്പോൾ അത് നമ്മുടെ മഖ്ദൂം തങ്ങളുടെ പരമ്പരയുടെ അതിന്റെ മേലെ വന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹ്, അതിന്റെ മേലെ സക്കരിയ അൻസാരി, അങ്ങനെ തുടങ്ങി ഇമാം നവവിയിലേക്കും ഇമാം ഗസാലിയുള്ളാഹി മുഖേന, അങ്ങനെ മുസനി മുഖേന ഇമാം ഷാഫിയിലേക്ക് എത്തുന്ന പരമ്പര പറയാറുള്ളത് പോലെ തബക്കകളായി ഓരോ ജനറേഷനായി അശായിറത്ത് നിറഞ്ഞിരിക്കുന്നു എന്ന രീതിയിലാണ് ഹാഫിള് ഇബ്നു അസാക്കിർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറുവശത്ത് ഇമാം മാതുരിദി റളിയല്ലാഹുവിന്റെ അനുയായികളും ഇത് കഴിഞ്ഞാലുള്ള സ്പേസ് അവരാണ് നിറക്കുന്നത്. ഇത് നമുക്കവിടെ പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ. അൽ മസായിലുൽ കലാമിയ, അശ്അരി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെന്താ സംസാരിക്കുന്നത്? ഈ വിഷയത്തിൽ ഏറ്റവും വലിയ രേഖപ്പെടുത്ത ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ചരിത്രപരമായി ആശയത്തെ രേഖപ്പെടുത്തിയ വലിയൊരു ഗ്രന്ഥകാരനായ അബ്ദുൽ ഖാഹിറുൽ ബഗ്ദാദി, അദ്ദേഹത്തിന്റെ ഉസൂലുൽ ഈമാൻ അല്ലെങ്കിൽ ഉസൂലുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ അഹ്ലുസുന്നയുടെ ആശയങ്ങളെ 15 അടിസ്ഥാന ഘടകങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഓരോ അടിസ്ഥാന ഘടകത്തിനും 10ഓ 15ഓ ചർച്ചകളുണ്ട്. അപ്പോ 200ഓളം ആശയങ്ങളാണ് അടിസ്ഥാനപരമായ അശ്അരി സരണി എന്ന് പറയുന്നത്, അല്ല അഹ്ലുസുന്നയുടെ സരണി എന്ന് പറയുന്നത്. അതിലെന്താണ് ഉൾക്കൊള്ളുക എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി തൗഹീദ്, അള്ളാഹുവിന്റെ തൗഹീദ്. തൗഹീദിന്റെ ചർച്ചയിൽ അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. അവിടെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ വിശ്വസിക്കുക, അൽ ഈമാൻ. അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. അത് മാത്രമാണോ? ഹൃദയത്തിൽ തസ്ദീഖോട് കൂടി നാവുകൊണ്ട് പറയുന്നതും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും കൂടി ചേർന്ന സംയുക്തമാണോ വിശ്വാസം എന്ന് പറയപ്പെടുന്നത്? ഏതാണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് കർമ്മങ്ങൾ കൂടി പെടുന്നതാണെന്ന് പറഞ്ഞാൽ കർമ്മം കുറയുമ്പോൾ ഈമാന്റെ ഒരു ഭാഗം പോയി എന്ന് പറയേണ്ടി വരും. നാവ് കൊണ്ട് പറയുന്നതും കൂടി ചേർന്നാണെന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയാതിരിക്കുമ്പോൾ അതിന്റെ വലിയൊരു ഭാഗം പോയി എന്ന് പറയേണ്ടി വരും. അതല്ല, വിശ്വാസം എന്നത് അടിസ്ഥാനപരമായി അത് ഹൃദയത്തിലാണ്. കർമ്മങ്ങളും നാവുകൊണ്ട് പറയലും ഒക്കെ അതിന് സപ്പോർട്ടിംഗ് ആണ്. അടിസ്ഥാനപരമായി ചർച്ച അൽ ഈമാനു ബസീത്തുൻ അം മുറക്കബുൻ എന്നാണ് അവിടെ കുറിക്കുന്നത്. ഈ ചർച്ചയിൽ തുടങ്ങി അള്ളാഹുവിന്റെ ദാത്തിയായ സിഫാത്തുകൾ, സിഫാത്തുൽ ഖായിമത്തു ബിഹി തആല, ആലിമു പോലുള്ള അങ്ങനത്തെ സിഫത്തുകൾ, അതുപോലെ അസ്മാഉൽ ഹുസ്ന, അതെങ്ങനെയാണ് കാണേണ്ടത്? അത് ഓരോന്നും ഓരോ സിഫത്താണോ? എങ്കിൽ സിഫത്ത് തന്നെ 100-ലധികം വരില്ലേ? നമ്മൾ എണ്ണിപ്പിടിപ്പിക്കാറുള്ളത് പ്രധാനപ്പെട്ട 7 സിഫത്തുകളെ കുറിച്ചാണ്. അസ്മാഉല്ലാഹി ഔസാഫുഹു, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അതില് ഹിക്മത്ത്, അള്ളാഹുവിന്റെ ഓരോ ജനങ്ങളോടുമുള്ള ഇടപെടലുകളിലും ഒളിഞ്ഞിരിക്കുന്ന അതിലും ഹിക്മത്തും, അത് വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയായി ഇമാം അശ്അരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അള്ളാഹുവിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടാവാൻ, ക്രിയേറ്ററാണ്.
സംരക്ഷകനാണ്. അപ്പൊ അങ്ങനെ ഒരു സൃഷ്ടാവ് വേണം പ്രപഞ്ചത്തിന് എന്ന ചർച്ച. ഇസ്ബാത്തു സാനിയൻ, സൃഷ്ടാവിന്റെ ഉണ്ട് എന്ന് പറയാം. ഈ ചർച്ച 1000 വർഷം മുമ്പ്, ഇത്ര 300 അല്ലേ, ഇപ്പൊ 1400, 1000 വർഷം മുമ്പ് രേഖപ്പെടുത്തിയ ഒരു സംഭവത്തെ കുറിച്ചാണ് നാം പറയുന്നത്. പക്ഷെ ഇന്നും ഏറ്റവും ചൂടുപിടിച്ച ചർച്ചയായി പല ഗ്രൂപ്പുകളിലും അത് നിറഞ്ഞോടുന്നു. ഇതിന്റെ മറുപടി നമ്മുടെ കയ്യിൽ എന്നോ കിട്ടിയിട്ടുണ്ട് എന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകരുത്. സാനി സൃഷ്ടാവിന്റെ അസ്തിത്വം സമർത്ഥിക്കലും അതിന്റെ ഒരു അനിവാര്യ ഘടകമായി ഹുദൂസുൽ ആലം, പ്രപഞ്ചം പുതിയതാണ്, അനന്തമല്ല, എന്നും പണ്ടേ ഉള്ളതും അല്ല എന്ന് സ്ഥാപിക്കലും. അങ്ങനെ ആണെങ്കിൽ തന്നെ അത് നമുക്ക് അറിയാൻ കഴിയുമോ എന്നയിടത്ത് ചർച്ച കൊണ്ടെത്തിച്ച ഹൈന്ദവ മതത്തിലെ ചില ചിന്തകന്മാരും മീമാംസകരും ഒക്കെ അജ്ഞേയത, ജ്ഞാനം എന്ത്, ജ്ഞാനം ലഭ്യമാണോ, ജ്ഞാനം ജ്ഞാനികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണോ എന്നിങ്ങനെയുള്ള ചർച്ച. അതിൽ ഇസ്ബാത്തുൽ ഹഖായിഖി വൽ ഉലൂം, അതാണ് ശർഹുൽ അഖായിദ തുടക്കത്തിൽ തന്നെ ഹഖായിഖുൽ അശ്യാഇ സാബിത്തത്തുൻ എന്ന് പറഞ്ഞിട്ടാണ് വിഷയം തുടങ്ങുന്നത്. ഇത്രയുമായാൽ തൗഹീദ് വൽ ഈമാനു ബില്ലാഹ് എന്ന ചർച്ചയുടെ ഏറ്റവും ചെറിയ അംശമായി പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം നുബുവത്തു വൽ റിസാല. തൗഹീദും നുബുവത്തും ആണല്ലോ പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ അന്നുബുവത്തു റിസാലയിൽ നബിത്വം ലഭിക്കൽ, നബിയാവൽ, നുബുവത്ത്, അത് എങ്ങനെ വിശ്വസിക്കണം, അതിന്റെ വിശദാംശം. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ചർച്ചയാണ് പ്രവാചകന്മാർ പാപ സുരക്ഷിതരായിരിക്കേണ്ടതല്ലേ എന്ന ചർച്ച. ഇസ്മത്തുൽ അംബിയ. അതുപോലെ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഘടകങ്ങൾക്ക് പിന്നെ അവിടെ പറയേണ്ടതില്ല. നുബുവത്തും റിസാലത്തും നബിമാരുടെ ഉന്നത സ്ഥാനവും അവർ നേരിട്ട പരീക്ഷണങ്ങളും അതിലുപയോഗിച്ച വാചകങ്ങളും ഒക്കെ എങ്ങനെ മനസ്സിലാക്കണം, അവരുടെ ഉന്നതിക്ക് കോട്ടം വരാത്ത രീതിയിൽ അവ എങ്ങനെ കൈകാര്യം ചെയ്യണം, വിശദീകരിക്കണം എന്നൊക്കെ അതിൽ വരുന്നുണ്ട്. അൽ മുഅ്ജിസാത്തു വൽ കറാമാത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. അത് അള്ളാഹുവിന്റെ സാമീപ്യം നേടിയ മഹാന്മാരോട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. അൽ ഔലിയാവ് വൽ അയിമ്മ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച, ഈ പ്രപഞ്ചം തുടങ്ങിയതായതുകൊണ്ട് ഒടുങ്ങുകയും ചെയ്യും. അപ്പോ ഫനാഉൽ ആലമി വൽ ഇബാദ്, ജനങ്ങളും ലോകവും നശിക്കും. യൗമുൽ ആഖിറത്തിന്റെ ചർച്ച. അഹ്കാമുൽ മആദ്, അത് വളരെ വിശാലമായ ചർച്ചയാണല്ലോ. ഇപ്പൊ തന്നെ അശ്റാത്തു സാ അഥവാ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, എന്തെല്ലാം വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ ഒരു സംഭവം പ്രത്യക്ഷപ്പെട്ടു, അവിടെ നിന്ന് ഒരു പുക പൊങ്ങി, ഇവിടെ ഒരു പ്രത്യേക ജീവി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദൈനംദിനമായി ജനങ്ങൾക്ക് ഇങ്ങനെ ഓരോ റിപ്പോർട്ടുകളായിട്ട് വരുന്ന, അത് യഥാർത്ഥത്തിൽ യൗമുൽ ആഖിറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കൊണ്ടുപോകാനാണ് അത്തരം വാർത്തകളുടെ ആളുകൾ ശ്രമിക്കുന്നത്. ശരിയും തെറ്റും തീർച്ചയായും വേർതിരിച്ചറിയേണ്ട ഒരു മേഖല തന്നെയാണ്. പിന്നീട് രാഷ്ട്ര നിർമ്മാണം അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമായ ഭരണവും അൽ ഖിലാഫത്തു വൽ ഇമാം, അത് സാമൂഹിക ജീവൻ പൊളിറ്റിക്സിലൊക്കെയാണ് അത് വരുന്നതെങ്കിലും അത് അഖീദയുടെ ഒരു അനിവാര്യ ഘടകമാണ്. അതോടൊപ്പം അഅദാഉദ്ദീൻ വൽ ജിഹാദു ഫീ സബീലില്ലാഹ്,
ഇത്രയുമാകുമ്പോൾ നേരത്തെ നാം സൂചിപ്പിച്ച ഇമാം അബുൽ ഹസൻ അശ്അരി ക്രോഡീകരിച്ചു എന്ന് പറയുന്ന 15ഓളം ഹെഡിങ്ങുകളിലായി 200-ലധികം ചർച്ചകളാണ് അഹ്ലുസുന്നയുടെ അസ്തിത്വം വരച്ചു കാണിക്കുന്ന ചർച്ചകൾ. ഈ ചർച്ചയിൽ ഉദാഹരണത്തിന് സമകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശാസ്ത്രത്തിനനുസരിച്ച് മതത്തെ വ്യാഖ്യാനിക്കാമോ? ശാസ്ത്രത്തിനനുസരിച്ച് മതത്തെ, ഒരു പുതിയ സംഭവം വരുമ്പോൾ കോവിഡ് ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ, അതിന്റെ ചികിത്സ വാക്സിനേഷൻ ഹദീസിലുണ്ടോ ഖുറാനിലുണ്ടോ എന്ന രീതിയിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ ദാർശനിക തലം എവിടെയാണ്? അഹ്ലുസുന്നയുടെ അശ്അരി സരണിയിൽ അതിന് പറയാവുന്നത്, നമ്മുടെ അയിമത്ത് പറഞ്ഞിട്ടുള്ളത്, ശരിയായ ശാസ്ത്രം, തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ വസ്തുതകൾ അതൊരിക്കലും പ്രമാണങ്ങൾക്ക് എതിരാവുകയില്ല. പ്രമാണങ്ങൾ അതും രണ്ടു വഴിക്കല്ല, രണ്ടും ഒരേ വഴിക്ക് തന്നെ പോവാം. ശാസ്ത്രം എന്ന പേരിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നത് അങ്ങനെ ആകണമെന്നില്ല. അത് ശാസ്ത്രത്തിന്റെ ആളുകൾ തന്നെ അതിന് എതിർക്കുന്ന കാണാം. നിങ്ങൾ കേട്ടിട്ടില്ലേ, നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയോ? ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു 5 പുസ്തകങ്ങളെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. അതൊക്കെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ തന്നെ എഴുതിയതാണ്. ആ കാലത്ത് അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ദേഹസുരക്ഷയ്ക്ക് അനുകൂലമായ മുഴുവൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവിടെ എത്താൻ പറ്റില്ലായിരുന്നു. ആ ടെക്നോളജി വളരെ കഴിഞ്ഞാണ് വന്നിട്ടുള്ളത് എന്ന് തുടങ്ങി അന്നെടുത്ത ഫോട്ടോയിൽ നിഴലുണ്ട് എന്ന് വരെ പറഞ്ഞിട്ട് എതിർത്ത ശാസ്ത്രജ്ഞന്മാർ തന്നെയുണ്ട്. മലയാളത്തിൽ പോലും അത്തരം പുസ്തകങ്ങൾ ലഭ്യമാണ്. ശാസ്ത്രത്തിന്റെ പേരിൽ പറയുന്ന വസ്തുതകളല്ല, അഖ്ലു സഹീഹ് സലീം, വ്യക്തമായ ബുദ്ധി കൊണ്ട് തെളിയുന്ന പഠനങ്ങൾ, അതും നസ്സുസ് സ്വരീഹ്, വ്യക്തമായ ടെക്സ്റ്റും തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടുകയില്ല എന്നതാണ് അശ്അരി സരണിയുടെ ഒരടിസ്ഥാനപ്പാട്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് ഓരോ ഘട്ടത്തിലും ശാസ്ത്രം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഖുർആനിലോ ഹദീസിലുള്ളതിന് എതിരാണ് പറഞ്ഞത് എന്നതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാവേണ്ട കാര്യമില്ല. മറിച്ച് മതത്തിന്റെ നിലപാട് വ്യക്തമാണ്. ശാസ്ത്രം നിങ്ങൾ പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ അത് അതിനോട് യോജിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ പഠിച്ച് സത്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ടെക്സ്റ്റിനോട് ഇത് യോജിച്ച് വരും എന്നാണ് പറയാനുള്ളത്. 7 ആകാശങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ, ഒന്നാം ആകാശം പോലും ശാസ്ത്രം ഇതുവരെ കണ്ടിട്ടില്ല. അവർ കാണട്ടെ, പഠിക്കട്ടെ. 7 ഭൂമി അവർ കാണട്ടെ, പഠിക്കട്ടെ, അപ്പോൾ അതിനോട് യോജിക്കും എന്ന ശൈലിയിലായിരിക്കും നമുക്കിവിടെ മറുപടി പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട 1-2 മേഖലകളിലേക്ക് ചർച്ച പോകാൻ സമയമുണ്ടോ എന്നറിയില്ല. കാരണം അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ വിരുദ്ധർ പല കാലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അവരുണ്ടാക്കി വെച്ച ഒരു വ്യാജ പ്രമാണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയുണ്ട്. അശ്അരി സരണി മുഖ്തദിയായിട്ടുള്ള സരണിയാണ്. അവർ പറയുന്നത് ശരിയല്ല, ഇസ്ലാമിനെതിരാണ്, അതിന് നിലനിൽക്കാൻ അർഹതയില്ല, അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി എതിർവാദങ്ങൾ ഉന്നയിച്ച പലരും ഉണ്ട്. ഇബ്നു തൈമിയ തന്നെ ഇമാം റാസിയുടെ അസാസു തഖ്ദീസ് പോയ ഗ്രന്ഥങ്ങൾക്ക് എതിരായി, അഥവാ അതിൽ പറഞ്ഞ ആശയങ്ങൾക്കെതിരായി വേറെ തഹ്സീസ് എന്ന പേരിലൊക്കെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുകയും അതിൽ ഇത്തരം ആശയങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്തു. ആ പറഞ്ഞ കൂട്ടത്തിൽ അവര് പറഞ്ഞ ചില അത്ഭുതങ്ങൾ കണ്ടാൽ നാം കണ്ണുമിഴിച്ചു പോകും. ഇബ്നു തൈമിയയുടെ വാക്കുകളായി ഉദ്ധരിക്കപ്പെടുന്നു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന് ലസ്തഖറ അലാ ലഹ്രി ബഅൂദത്തിൻ, ഒരു കൊതുകിന്റെ ചിറകിൽ വേണമെങ്കിൽ
അള്ളാഹുവിന് ഇരിപ്പുറപ്പിക്കാം എന്നിരിക്കെ അർറഹ്മാൻ അർശി എന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര വലിയ അത്ഭുതം? കാരണം ഒരു ബഅൂദത്തിന്റെ ജനാഹിൽ അതിന്റെ മുകളിൽ പോകണമെങ്കിലും ലസ്തഖറ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ലസ്തഖറ അലാ ലഹരി ബഅൂദത്ത്. അവിടെ അർശും ബഅൂദത്തും അയാൾ താരതമ്യം ചെയ്യുന്നിടത്തല്ല നമ്മുടെ ചിന്ത പോകുന്നത്. പക്ഷെ ആ ബഅൂദത്തിന്റെ മുകളിൽ അള്ളാഹു ഇരിപ്പുറപ്പിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അടിസ്ഥാന ആദർശപരമായ കോൺസിക്വൻസസ് അത് അദ്ദേഹത്തിന്റെ തലയിൽ പോയില്ലല്ലോ എന്നതാണ് നമ്മളവിടെ ഓർത്തു പോകുന്നത്. മുജസ്സിമത്തിന്റെ വാദം അത്ര മോശമൊന്നുമല്ല. വലം യദുമ്മ അഹദും മിന സലഫി അഹദൻ ബിഅന്നഹു മുജസ്സിമുൻ വലാ ദമ്മ ലിൽ മുജസ്സിമത്തി. അവർക്ക് അങ്ങനെ ആക്ഷേപം പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഇതേ തഹ്സീസിൽ തന്നെ അദ്ദേഹം പറയുന്നു. അപ്പൊ ഇവിടെ ഇന്നും നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ബിദഈ കക്ഷികൾ തൗഹീദിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്കിടയിൽ തന്നെ വിഭജിച്ച് 10ലും ഒക്കെ അധികത്തിലേക്ക് ഗ്രൂപ്പുകളായി പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് പരമായിട്ടാണ് അവർ പോകുന്നതെന്ന് ചിന്തിച്ചാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹാന്മാരായ ആദർശ സരണിയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കൃത്യമാക്കി തന്ന ആ തൗഹീദ് ബില്ലാഹി എന്നതിന്റെ വിശദീകരണങ്ങളും അല്ലസ്മാഉ സിഫാത്ത് എന്നതിന്റെ വിശദീകരണങ്ങളും സ്വയം ഒന്ന് കണ്ടെത്തിക്കളയാം എന്ന പേരിൽ യോഗ്യതയില്ലാത്തവർ അതിന്റെ ചർച്ചക്ക് മുതിർന്നപ്പം ഉണ്ടായ പാർട്ടി പിളർപ്പുകളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം. അഹ്ലുസുന്നയെ കുറിച്ച്, ഈ സരണിയെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുന്നിലുള്ള ഗ്രന്ഥങ്ങൾ 1ഉം 2ഉമൊന്നുമല്ല, ഗ്രന്ഥങ്ങളുടെ വളരെ നീണ്ട നിര തന്നെ നമുക്ക് സമർപ്പിക്കാൻ കഴിയും. ഇമാം അശ്അരി റളിയല്ലാഹുവിന്റെ അതേ കാലത്ത് മഹാനവർകളാൽ രചിതമായ ഗ്രന്ഥങ്ങൾ, തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊട്ടു പിറകെ വന്ന ശിഷ്യന്മാർ ഇമാം ബാഖില്ലാനി, മഹാനവറുടെ അൽ ഇൻസാഫ് പോലുള്ള തംഹീദുൽ അവൈൽ പോലുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ ഹാഫിദ് ഇബ്നു അസാക്കിറിന്റെ തബീൻ കദ്ബിൽ മുഫ്തരി, ഇമാം അബു ഇസ്ഹാഖ് ഷിറാസിയുടെ അൽ ഇഷാറത്ത് ഇലാ മദ്ഹബി അഹ്ലിൽ ഹഖ് തുടങ്ങി ഇമാം ബൈഹഖിയുടെ അൽ അസ്മാഉ സിഫാത്ത് അൽ ഇഅ്തിഖാദുൽ ഹിദായ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, അതിന്റെ തുടർച്ചയായി ഇമാം തഹാവിയുടെ അഖീദ, നാം ടെക്സ്റ്റായി ദർസിലൊക്കെ പഠിക്കുന്ന ഇമാം ലഖാനിയുടെ ജൗഹറത്തു തൗഹീദ്, ഇമാം ജുവൈനിയുടെ അൽ അഖീദത്തുൻ നിളാമിയ, ദർദീറിന്റെ അൽ ഖരീദത്തുൽ ബഹിയ, വലിയ വിശ്വാസ ആദർശ ചർച്ചകൾക്ക് നാം ഉപയോഗിക്കുന്ന അൽ മവാഖിഫ് അലുദ്ദീൻ ഈജിയുടെ, അതിന്റെ ഷർഹ് ഇമാം തഫ്താസാനി എഴുതിയിട്ടുണ്ട്. ഇമാം നസഫിയുടെ അഖായിദ്, അതിന്റെ ഷർഹും ഇമാം തഫ്താസാനി എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇമാം ഗസാലിയുടെ ഖവായിദുൽ അഖായിദ്, അബുൽ ഫർജ് ഇബ്നുൽ ജൗസിയുടെ ദഫ്ഉ ശുബഹി തശ്ബീഹ്, സമകാലിക അല്ലെങ്കിൽ തൊട്ടടുത്ത കാലത്ത് കഴിഞ്ഞുപോയ നല്ല പണ്ഡിതനും ചരിത്രാന്വേഷിയുമായ മുഹമ്മദ് അബൂ സുഹറയുടെ താരീഖുൽ മദാഹിബിൽ ഇസ്ലാമിയ, അൽ അഖീദത്തുൽ ഇസ്ലാമിയ, ഷഹീദായ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ മുഹമ്മദ് സഈദ് റമദാൻ ബൂത്തിയുടെ അസ്സലഫിയ മർഹലത്തുൽ സമനിയ, കുബറുൽ യഖീനിയാത്ത് തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ അശ്ശരി സരണി വിശദീകരിക്കുന്ന, ഒന്നിച്ചല്ലെങ്കിലും അതിന്റെ ഓരോ പാർട്ട് വിശദീകരിക്കുന്ന രീതിയിൽ അത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഇബ്നു തൈമിയ്യ മുതലുള്ള ആളുകളൊക്കെ ഏറ്റവും ശക്തമായി എതിർപ്പ് ഉന്നയിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാനും അതിനോടുള്ള യാത്രയുമോട് ബന്ധപ്പെട്ട വിഷയം. അതിൽ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രചിച്ച ശിഫാഉ സഖാം വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ഫി സിയാറത്ത് ഖൈറുൽ അനാം. അതിന്റെ പ്രളയം കൊണ്ട് നിലനിൽക്കാൻ കഴിയാതെ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു അബ്ദുൽ ഹാദി അതിനൊരു ഖണ്ഡനം എഴുതാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ഗ്രന്ഥമാണ് അസ്വാനിമുൽ മുൻകി അല സുബ്കി. സാരിമുൽ മുൻകി എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത്. ആ പേരിനെ വിമർശിച്ച് വിശകലനം ചെയ്തുകൊണ്ട്
അല്ലാമ യൂസുഫ് നബ്ഹാനി പറഞ്ഞു, അങ്ക യുങ്കി എന്ന റുബായിയുടെ സുഫായിലായിട്ടാണല്ലോ മുങ്കി എന്നിട്ടത്. ലായുക്കാലു അങ്ക, നക്ക എന്ന സുലാസി അല്ലാതെ അങ്ക എന്ന റുബായി പറയാറില്ല. അതുകൊണ്ട് അദ്ദേഹം അതിൽ പറയുന്നത് തിരുമിസയുടെ സിയാറത്തിന് പോകുന്നതിന്റെ ഹദീസുകൾക്ക് ബലം പോരാ, അതത്ര നല്ല വിഷയമായി ഒന്നും പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ വിഷയത്തിലും അദ്ദേഹത്തിന് തെറ്റി, പേരിട്ടതിലും തെറ്റി എന്നാണ് അതിനെക്കുറിച്ച് യൂസുഫ് നബ്ഹാനി പറഞ്ഞിട്ടുള്ളത്. അതിന് മറുപടിയായി അൽ മുബിരിദുൽ മുബ്കി ഫിർദി അല സാലിമിൽ മുങ്കി എന്ന പേരിൽ ഇബ്നു അല്ലാൻ സിദ്ദീഖി അൽ മക്കി അദ്ദേഹം ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ തലമുറയിലെ പ്രസിദ്ധ സുന്നി പക്ഷത്ത് എഴുത്തുകാരനായിരുന്ന മുഹമ്മദ് സാഹിദുൽ കൗസരി അദ്ദേഹത്തിന്റെ മക്കാലത്തുൽ കൗസരിയിൽ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ സമകാലികമായി ബന്ധപ്പെട്ട വരെയുള്ള അഹ്ലുസുന്നയുടെ വലിയൊരു പരമ്പര നമുക്കുണ്ട്. എല്ലാ പ്രമുഖമായ ആശയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്ന് മാത്രവുമല്ല, ബുദ്ധിപരമായ ചർച്ചക്ക് ഒരു പ്രമാണ ശൈലി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അൽ അദില്ലത്തു വൽ ഹുജജ്, എങ്ങനെയാണ് പ്രമാണങ്ങൾ സമർത്ഥിക്കേണ്ടത്, അൽ ഖിയാസ്, ഖിയാസ് എങ്ങനെ വേണം, ബുർഹാൻ എങ്ങനെ വേണം, മുനാവറ എങ്ങനെ വേണം എന്നൊക്കെ ഒരു സൈഡായി അതുകൂടി വിശദീകരിച്ചുകൊണ്ട് ഈ ആശയ ചർച്ചയെ സുഭദ്രമാക്കി വെച്ചിരിക്കുകയാണ് ശരീ സരണിയിൽ. അതുകൊണ്ട് തന്നെ സമകാലികമായ യുക്തിവാദികളോ യുക്തിരഹിതവാദികളോ ശാസ്ത്രമാത്രവാദികളോ മാനവികവാദികളോ ആര് തന്നെ ആയാലും ഇവരെ കൈകാര്യം ചെയ്യുന്നതിനും നേരിടുന്നതിനും അശ്ശരി സരണി എല്ലാ നിലക്കും സുഭദ്രമാണ്, കെൽപ്പുറ്റതാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. സുദീർഘമായ ചർച്ചകൾ ഇതിന്റെ ഓരോ മേഖലയും ആവശ്യപ്പെടുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അവരുടെ സമയ ലഭ്യതക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. സമാപന സന്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ പറയുമെന്ന് കരുതുന്നു.